ഒരു കോളീസിന്റെ വിലക്കാണ് ഇന്നോവ കൊടുക്കണം നമ്മള്. കോളീസിന്റെ വിലക്ക് ഇന്നോവ അല്ല, ചെറിയൊരു പൈസക്ക് 2005-6 റേസറുള്ള വണ്ടിയാ. പേപ്പറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ആട്ടോ. ഫോർച്യൂണറാണ്, ഒറിജിനൽ കേരള വണ്ടിയാ. ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ. 4 വീൽ വണ്ടി. നമുക്ക് ഫൈനൽ എത്ര രൂപ കൊടുക്കാം? നമ്മൾ 9 രൂപ 890 ഫൈനൽ റേറ്റ്. ഒറിജിനൽ കേരള വണ്ടി 4 വീൽ അല്ല. പോളോയുടെ എഞ്ചിനും കരുത്തും ഒക്കെ ഉള്ള നല്ല ബോഡി ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ നോക്കുന്നത് ഒരു കിടിലൻ വണ്ടി, അത് ബഡ്ജറ്റ് റേഞ്ചിന്. ഫ്രണ്ട്സ്, അപ്പോൾ റിയൽ ചോയ്സിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഏകദേശം ഇതിന് പകുതി വാഹനങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചതാണ്. സോ ലൊക്കേഷൻ മറികട മലപ്പുറം നമ്മൾ കാവുങ്ങൽ ബൈപ്പാസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം KSRTC നിന്ന് ഏകദേശം നമുക്ക് 1 കിലോമീറ്ററാണ് റിയൽ ചോയ്സിക്ക് വരുന്നത്. സോ നമുക്ക് പെരുന്നാളൊക്കെ ആയിട്ട് ഏകദേശം 10-80ഓളം വാഹനങ്ങളുണ്ട്. 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. സാധാരണക്കാരന് പറ്റിയത് മിഡ് റേഞ്ച് വാഹനങ്ങൾ, SUV, 7 സീറ്റേഴ്സ്, നമുക്ക് പ്രീമിയം ലെവലിൽ ഫോർച്യൂണർ അടക്കം നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗംഭീര ഗിവ് അവേ നടക്കുന്നുണ്ട്. 3 കിടിലൻ ഗിഫ്റ്റുകളാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു റിയൽ ചോയ്സിൻ്റെ പേജ് നമ്മൾ 100K ആവുന്ന അന്ന്, അതായത് പെരുന്നാളിനാണ്, only 10 days. നമ്മളിന്ന് 21ാമത്തെ നോമ്പിനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. സോ നമുക്ക് only 10 days നമുക്ക് ഇതാണ് 10-11ാമത്തെ ദിവസം നമ്മളെ ഗിവ് അവേയുടെ നറുക്കെടുപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ടത് റിയൽ ചോയ്സിൻ്റെ പേജ്, ഓർഡറിൻ്റെ പേജ് ഫോളോ ചെയ്യുക, 5 പേർക്ക് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് സെലക്ട് ചെയ്യുന്ന ആൾക്ക് 100K ആയാൽ നമുക്ക് ഒരു കിടിലൻ ബുള്ളറ്റ്, ഇല്ല നമുക്ക് 50K ആയുള്ളൂ എങ്കിൽ ഒരു ഡിയോ, ഇനി ആയില്ല വെറും 20K ആണെങ്കിലോ നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ, ടച്ച് ഫോണാണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി, മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. എത്രത്തോളം നിങ്ങൾ ചെയ്യണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കമൻറ്റ് പിക്കർ വഴിയാണ്. സോ നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് എത്രത്തോളം കൂടുക അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. only 10 days ആണ്. നമുക്ക് 10 ദിവസം കൊണ്ട് കൊടുക്കാൻ പോവാണ് ബുള്ളറ്റ്, ഡിയോ അല്ലെങ്കിൽ ഫോണ്, ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങൾ റിയൽ ചോയ്സിൻ്റെ ഓർഡറിൻ്റെ പേജ് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഗംഭീരമായ കളക്ഷൻസ്, മാക്സിമം ഫുൾ ഓണിലൊക്കെ അടിപൊളി കളക്ഷൻസാണ് പരിചയപ്പെടുന്നത്. ഫസ്റ്റ് നമുക്ക് SUV എന്നാണ് തുടങ്ങുന്നത്. ഒരു സബോമീറ്റർ SUV, നിസാന്റെ മാഗ്നറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2021 മോഡൽ മാഗ്നറ്റാ. XL ഓപ്ഷൻ വരുന്നതാണ്. ഏറ്റവും ഫുള്ളിന് തൊട്ട് ടർബോ ആണോ നോർമൽ എഞ്ചിനാണോ? നോർമൽ എഞ്ചിനാണ്. മൈലേജ് ഉണ്ടാവും. മാഗ്നറ്റ് ആർക്കും കൊടുക്കാൻ പറ്റാത്ത വിലക്ക് നമ്മൾ കൊടുക്കാം. 2021 വണ്ടി നമുക്ക് 5,40,000 രൂപ ചോദിക്കും. ഒരു ഹാഷ് ബാഗിന്റെ 5,35 നമ്മൾ ഫൈനൽ കൊടുക്കും. 70,000 കിലോമീറ്ററുടെ ടച്ചപ്പ് പോലും കയറാത്ത വണ്ടി, ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യും. അപ്പൊ മാക്സിമം നമുക്ക് നല്ല മൈലേജ് കിട്ടും, കംഫർട്ട് ആയിട്ടുള്ള അടിപൊളി വാഹനമാണ്. സോ നമുക്ക് മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാം, ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി. മാഗ്നറ്റ് 5 രൂപയ്ക്ക് സാധനം കിട്ടാനില്ല. നിങ്ങൾ മോഡൽ അത് ടച്ചപ്പ് കയറാത്ത വണ്ടി. അടുത്തൊരു കിള്ളം ഫോർച്യൂണർ, അത് 4 വീലാണ്. ടയറൊക്കെ നല്ല കിടുക്കാച്ചി ടയേഴ്സ് ആണ്. അത്യാവശ്യം ഫ്രണ്ട് ടയറൊക്കെ ഫുൾ കട്ട ടയർ തന്നെ ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2010 മോഡൽ ഫോർച്യൂണർ ആണ്, ഒറിജിനൽ കേരള വണ്ടിയാ. ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ. 4 വീൽ വണ്ടി. നമുക്ക് ഫൈനൽ എത്ര രൂപ കൊടുക്കാം? നമ്മൾ 9 രൂപ 890 ഫൈനൽ റേറ്റ്. ഒറിജിനൽ കേരള വണ്ടി 4 വീൽ അല്ലേ? ഇത് ഇന്നോവ ടൈപ്പ് 4 ആണ് വരുന്നത്, അത് സിൽക്കി ഗോൾഡ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2013 മോഡൽ V വണ്ടിയാണ്. ഇത് നമുക്ക് ഒറിജിനൽ കേരള വണ്ടിന്റെ ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. റിയാസ് ബൈക്ക് നമ്പർ ആയതാണ്. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ക്വാളിറ്റി കറക്റ്റ് അമാന ടയോട്ട സർവീസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സർവീസുള്ള വണ്ടിയാണ്. ടൈമിംഗ് ചെയിൻ ഒക്കെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ചേഞ്ച് ചെയ്ത ഷോറൂമിൽ മാറ്റിയാ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 8.5 ലക്ഷം രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കും. 8 ലക്ഷം രൂപ അല്ല? ലോണും ചെയ്ത് ലോൺ നമുക്ക് ഇതുവരെ 7 രൂപ വരെയൊക്കെ ലോൺ ചെയ്യും. 7 രൂപ ഉണ്ടെങ്കിൽ V വണ്ടി കേട്ടോ, വണ്ടി ഇറങ്ങാം. ആ വണ്ടി ഒന്ന് ജസ്റ്റ് ഇതിലും കുറച്ച് വണ്ടി ആകുമ്പോഴത്തില്ല, ക്വാളിറ്റിയുള്ള വണ്ടി ആയതുകൊണ്ട് അത്ര റേറ്റ് വരുന്നില്ല. അതുകൊണ്ട് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഇന്നോവ, ഒരു കോളീസിന്റെ വിലക്കാണ് ഇന്നോവ കൊടുക്കണം. നമ്മള് കോളീസിന്റെ വിലക്ക് ഇന്നോവ അല്ല, ചെറിയൊരു പൈസക്ക് 2005-6 റേസറുള്ള വണ്ടിയാ. പേപ്പറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ആട്ടോ. G4 ഓപ്ഷൻ വരുന്ന വണ്ടി കേട്ടോ. G4 ആണ്. പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ് അപ്പുറം അവിടെ കുറ്റിയോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.25 രൂപയ്ക്ക് കൊടുക്കും. ചെറിയ മാറ്റം വിളിക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. 4.25 ലക്ഷത്തിന് ഇന്നോവ അല്ലേ? 4.25 രൂപയ്ക്ക് ഇന്നോവ. അതുകൊണ്ട് ഈ വൈറ്റ് ഇത് 2006 മോഡലാണ്. ഇത് 2,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2.80. ചെറിയൊരു വാഗ്നറിന്റെ പ്രൈസ് ചെറിയ പൈസ കൊടുക്കാം. ചെറിയ പൈസ വണ്ടികൾ നമ്മുടെ കുറെ വരലുണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റ് അല്ലേ? ഇത് സിൽവർ ഫിനിഷിംഗ്. ഇത് എങ്ങനെയായിരുന്നു? ഇത് നമ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കേരളം ഇപ്പൊ AP വണ്ടിയാണ്, നമ്പർ ആയിട്ടുണ്ട്. കേരളത്തിൽ NOC ആയി നമ്പർ അയക്കാൻ കൊടുക്കണം. പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ നമ്പർ ആക്കാനാണ്, പെട്ടെന്ന് RC ഇതാവുണ്ടല്ലോ. ഇത് 2009 വണ്ടിയാണ്. ഇത് നമുക്കൊരു 4.5 ലക്ഷം രൂപ കിട്ടിയാൽ 4 ലക്ഷം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും.
അടുത്തോടെ ഒരു എത്തിയോസ് സെഡാൻ അല്ലേ 2013 മോഡൽ GD ആണ്, നമ്പർ ആയതാണ്. ഇത് നമുക്കൊരു 335 കൊടുക്കാം. 335 അല്ലേ? 35 ഫൈനലായിട്ട്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 2 റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്യാം. 2 റുപ്യ വരെ ലോൺ ചെയ്യാം. നല്ല അടുത്തൊരു ചെറുവാഹനാണ് റെനോയുടെ കിഡ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ? റിയാസ് ഭായി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത വിലയിലാണ് നമ്മൾ കൊടുക്കണം. RXT ഫുൾ ഓപ്ഷൻ LCD ഒക്കെ നോക്കിട്ടോ. ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉള്ള വണ്ടി. ഒരു ആക്സിഡന്റോ ഒന്നും കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ഫൈനലായിട്ട് 170 കൊടുക്കാം. 170. അതൊരു അൾട്ടോന്റെ വിലയാണ്. 170 നമുക്ക് ഫൈനലായിട്ട് ഫുൾ ലോണും കൊടുക്കാം. 2 രൂപ ലോൺ കയറും. ലോണിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണില്ല. 30,000 റുപ്യ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടാണ് നമ്മൾ പറയണില്ല. ആവശ്യമുള്ള ലോണൊക്കെ ഓവറല്ല ലോൺ അടക്കാനുള്ളത്. ബഡ്ജറ്റ് റേഞ്ചിന് ഏതാ മോഡല്? ഇത് 2010 മോഡൽ 11 രജിസ്റ്ററുള്ള വണ്ടിയാണ്. എത്ര രൂപ? 1,400 റുപ്യ. നല്ല മെക്കാനിക്കൽ വണ്ടിയാണ് നമ്മൾ എടുത്താണ്. നമ്മൾ ഇങ്ങനത്തെ കാറ്റഗറി എടുക്കാം. 1,400 റുപ്യക്ക് വണ്ടി കൊടുക്കാം. വീണ്ടും ഇനോവ 2011 മോഡൽ നമ്പറായ വണ്ടിയാണ്. ഇത് 5 റുപ്യക്ക് കൊടുക്കാം. വി ഇന്നോവ അന്നത്തെ ഫുൾ ലോഡ് മോളിംഗ് കൺട്രോളും കാര്യങ്ങളും. ഇത് നമ്മൾ ന്യൂ മോഡൽ ആക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് നിന്നാണ് 5.4 നല്ല കണ്ടീഷൻ കറക്റ്റ് വണ്ടി. ഫൈനൽ റേറ്റ് 5 റുപ്യ. ചെറിയ അങ്ങോട്ടൊക്കെ നീക്കി പോക്കാണ് 5 റുപ്യക്ക്. അടുത്തൊരു ഹോണ്ടയുടെ ബ്രിയോ. ഇതെങ്ങനെയാണ്? 2013 മോഡൽ ബ്രിയോ ആണ്. ഇത് നമുക്കൊരു 3.4 രൂപ കിട്ടിയാൽ കൊടുക്കാം. 3.4 വർക്കിംഗ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഒരു പണിയും വില സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഫാമിലി പറ്റിയ വണ്ടി. 15 to 17 ഉള്ളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ബ്രിയോ. ഓക്കെ, നമുക്ക് ലോൺ സൗകര്യം ഉണ്ടോ? ലോൺ ഇതിപ്പോ ഒരു 3 റുപ്യ അടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്യാം. 3 റുപ്യ ഒരു 50 രൂപ മുടക്കണം കരുതിയാൽ മതി. ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? അത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് നമ്മള് ഇത് വേറെ വണ്ടിമ മാറിയതാണ് റിയാസ് ഭായി ഈ വണ്ടി. ഇത് ആ കണ്ടീഷനിൽ ഇപ്പത്തെ കണ്ടീഷനിൽ ഈ വണ്ടി നമുക്ക് ചെറിയ സെയിൽസിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ വണ്ടിയാണ്. 65,000 രൂപക്കാണ് കൊടുക്കാം. 65,000 രൂപ കിട്ടിയ വിലക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാം. അത് വീണ്ടും ഒരു നമുക്കൊരു സണ്ണി 65,000 ഞാൻ മാറ്റം 65,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 7 സീറ്റർ വണ്ടി. ചെറിയ സെയിൽസിങ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടവർക്ക് പറ്റിയ വണ്ടിയാണ്. പറ്റിയ വണ്ടി. തുരുമ്പ കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി കേട്ടോ. അത് സണ്ണി. ഇതെങ്ങനെയായിരുന്നു? 2012 മോഡല്. ഇത് നമുക്ക് 2,35,000 റുപ്യ ഫൈനൽ കിട്ടുകയാണെങ്കിൽ സണ്ണി കൊടുക്കാം. 12 മോഡല് ഡീസൽ അല്ല വണ്ടി? ഡീസൽ വണ്ടി. ഇതൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല, നമ്മൾ കൊടുക്കും. മാക്സിമം ലോണും ചെയ്യാം. അടുത്ത വീണ്ടും ഒരു മൈക്രോ ഡീസലാണ്. ഡീസൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നല്ല മെക്കാനിക്കൽ ഒറിജിനൽ കേരള വണ്ടി. ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഡീസൽ കേട്ടോ. ഡീസൽ വണ്ടി എങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഇത് കിലോമീറ്റർ 90,000 കിലോമീറ്റർ ആണ്. ഇത് നമുക്കൊരു 3.4 രൂപ കിട്ടിയാൽ ഇത് കൊടുക്കാം. ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം. 2 റുപ്യന്റെ 2.25 വരെ ലോണും ചെയ്യിപ്പിച്ചു. ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത റിഡ്സ് സിൽവർ ഫിനിഷിംഗ് ആണ്. 2012 മോഡൽ റിഡ്സ് ആണ്. ഇത് നമുക്ക് 2.65 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം വരുത്തി നമ്മൾ കൊടുക്കും. കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്ന റിയാസ് ഭായി ആ മട്ടത്തിൽ നമ്മൾ ഇരുന്നിട്ട് ചെയ്ത് കൊടുക്കും. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നമുക്ക് കച്ചവടം നടക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ബലം പിടുത്തുണ്ടാവില്ല, നമ്മൾ കച്ചവടം കൈനമാരി ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് വന്നോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം കുറച്ചിട്ട് അതിന്റെ ലീസ്റ്റ് പ്രൈസ് നമുക്ക് തരാൻ പറ്റുന്നതാണ്. അത് ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. 19 രൂപ. അതുകൊണ്ട് ഒരു ഇയോൺ വൈറ്റ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2017 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 2.45 കിട്ടിയാൽ കൊടുക്കാം. ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചേട്ടോ. ഓക്കെ, ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് ഇറ പ്ലസ് ആണ്. AC ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണല്ലേ. അതൊരു കിഡ്ലം വാഹനമാണ്. ഫോക്സ് വാഗൻ ആമിയോ. പോളോയുടെ എഞ്ചിനും കരുത്തും ഒക്കെ ഉള്ള നല്ല ബോഡി ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ നോക്കുന്നത് ഒരു കിഡ്ലം വണ്ടി, അത് ബഡ്ജറ്റ് റേഞ്ചിന്. എങ്ങനെയായിരുന്നു അശോക ഡീറ്റെയിൽസ്? 2019 മോഡൽ ആമിയോ ആണ്. ഇത് നമുക്ക് 70,000-75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് വണ്ടിയാണ്. ഇത് നമുക്ക് 390 കിട്ടിയ ഫൈനലായിട്ട് കൊടുക്കാം. ചെറിയ പൈസ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഫുൾ ഓണും ചെയ്യാൻ പറ്റും. മുടക്കണ്ട, ഫുൾ ഓൺ ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്ക് പെട്രോൾ ആണ്. നല്ല ബോഡി വെയിറ്റും കംഫർട്ടും നല്ല ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പൊ അടിപൊളി വാഹനം അല്ലേ? ഫുൾ ഓണിൽ ചെയ്യാം. ഫുൾ ഓണിൽ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ. അത് വീണ്ടും ഒരു ഇയോണിക് കളർ ചേഞ്ച് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2012 മോഡല് 13 രജിസ്റ്ററുള്ള വണ്ടിയാണ്. കൊടുക്കാം. ചെറിയൊരു മാറ്റൊക്കെയാണെങ്കിൽ നമുക്ക് വരുത്തി കൊടുക്കാം. 1.60 പൈസ വണ്ടി റിയാസ് മൈലേജ് ഫുൾ ഓണും കയറും. നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം. അടുത്തോട് വാഗ്നർ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയുടെ 2012 മോഡല് 2ാമത്തെ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. VXI
പവറിന്റെ AC എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എല്ലാം കമ്പനി കേട്ടോ ഒരു തട്ടുമുട്ടുള്ള മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, എത്ര 2,65,000 കൊടുക്കാം. 2,65,000 കൊടുക്കാം. ഏകദേശം ലോൺ നമുക്ക് ഇതിന്മേൽ 2 രൂപ നമുക്ക് ലോൺ ചെയ്യും. 10-15 രൂപ വണ്ടി എടുക്കാം അല്ലേ. അടുത്തൊരു നല്ലൊരു അടിപൊളി കളറിൽ വീണ്ടും ഒരു 2013 മോഡൽ ഇറ പ്ലസ് ആണ്. ഇത് നമുക്കൊരു 1,65 കിട്ടിയാൽ നമുക്ക് ഇത് കൊടുക്കാം. ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ് ചേട്ടാ. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിൾ വണ്ടി. നല്ല കംഫർട്ടബിൾ ആണ്. എത്ര ചോദിക്കുന്നതാണ്? ഇത് നമുക്കൊരു 1,65 കിട്ടിയത് കൊടുക്കും. 1,65 നല്ല വണ്ടിയാണ്. നല്ല ഫുൾ ലോൺ ഫുൾ ലോൺ ചെയ്യിപ്പിച്ചെടുക്കാം. ഓക്കെ, അടുത്തൊരു ഗ്രാൻഡ് സാധാ ആയിട്ടാണ് 2009 പുതിയ പേപ്പർ വണ്ടിയാണ്. ഓക്കെ, 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ 5 കൊല്ലത്തെ പുതിയ പേപ്പറിലെ വണ്ടി. ഓക്കെ, അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം AC പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. AC പവറിന്റെ കാര്യങ്ങളൊക്കെ റിയൽ വൈപ്പർ സ്പോർട്സ് ഓപ്ഷൻ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,35 ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. നല്ല മെക്കാനിക്കൽ വണ്ടി. 1,35 അല്ലേ. ഓക്കെ, അടുത്താണ് വീണ്ടും ഒരു ഇയോണ്. 2013 മോഡൽ വണ്ടിയാണ്. ഇത് ഒരു 1,60, 1,65 ലെവലിൽ കിട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യിപ്പിച്ചു പറ്റും. ഈ വാഗ്നർ 2011 മോഡൽ VXI സിംഗിൾ ഓണർഷിപ്പിൽ ഇറക്കണം വണ്ടിയാണ്. ഒന്ന് പോളിഷ് ചെയ്യാനും കേൾക്കാനൊക്കെ ഉണ്ട്. പോളിഷ് ചെയ്യാൻ കേൾക്കാനുള്ളൂ, ചെറിയ ടച്ചപ്പ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 2,30 വെക്കുന്നുണ്ട്. ചെറിയ മാറ്റം നമ്മൾ വരുത്തി കൊടുക്കും. VXI സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ക്വാളിറ്റി വണ്ടിയാണ്. അടുത്തൊരു ഡീസൽ റിഡ്സ് വണ്ടിയാണ്. 2012 മോഡൽ VDA ആണ് വരുന്നത്. ഇത് നമുക്ക് 2,60 ചോദിക്കണേ. ചെറിയ അങ്ങോട്ട് കൊണ്ട് നീക്കി പൊക്കൊക്കെ ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. നല്ല മൈലേജ് 20 ഗ്യാരണ്ടി ഏൽക്കാം. അടുത്ത ഇത് ഡീസലാണോ ജാസ്? ഇല്ല, പെട്രോൾ ആണ്. പെട്രോൾ ജാസ് ഇല്ല. മെയിൻ്റെനൻസ് തീരെ മെയിൻ്റെനൻസ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ 10 കൊല്ലത്തിനൊന്നും വരും ഇല്ല. അത്രയും ഗ്യാരണ്ടി ഗ്യാരണ്ടി വണ്ടിയാണ്. മൈലേജ് ഷോർട്ട് ആവട്ടോ. നമ്മൾ എല്ലാം 15-16 മൈലേജ്. 15-16 മൈലേജ് പണി വരില്ല. അങ്ങനെ കൊണ്ടുവരാം. മോഡൽ കാര്യങ്ങൾ 2017 മോഡലാണ്. ഇത് നമുക്കൊരു 5,400 രൂപ കിട്ടിയാൽ കൊടുക്കാം. ലോൺ നമുക്ക് ഒരു 5 രൂപ ലോൺ ചെയ്യും. 10-15 രൂപ ഉണ്ട് ഇറക്കാം അല്ലേ. അടുത്തൊരു വീണ്ടും ഒരു ഫേസ് ലിഫ്റ്റ് വന്ന വാഗ്നർ അല്ലേ. വൈറ്റ് ആണ്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഇത് 2016 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ. ഇത് ഫുൾ ലോഡ് വണ്ടി അല്ലേ. ഫുൾ ലോഡ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ, പവർ വിൻഡോ, റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി. എന്തായിരുന്നു കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്നിന്റെ ഉള്ളിലാണ് 80-85 അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 3,95 ഫൈനൽ കിട്ടുകയാണെങ്കിൽ 3,95 ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം. അടുത്താണ് നമുക്കൊരു കിഡ് ഓട്ടോമാറ്റിക് തന്നെയാണ്. അതിന്റെ ക്ലൈംബർ അതിന്റെ കുറച്ച് വലുത്. ഓക്കെ, ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു? ഇത് നമുക്ക് 3,15 കിട്ടിയ കൊടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് നമുക്ക് ആ ഒരു പിന്നെ അതിന്റെ എഡിഷന്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. 17 മോഡല് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. അടുത്തൊരു ഡിസയർ ഇല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2018 വണ്ടിയാണ്. 18 വണ്ടി. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ അല്ലേ. പക്ഷെ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ്. ലോങ് യാത്രക്കൊക്കെ നല്ല കംഫർട്ട് അല്ലേ. സിംഗിൾ ഓണർ വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര 5,40 ഫൈനൽ കൊടുക്കാം. ഏകദേശം 14 രൂപ വണ്ടി. 14 രൂപ വണ്ടി. വീണ്ടും ഒരു കിഡ്. ഇതിന്റെ റേറ്റ് 2013. ഇതും ഓട്ടോമാറ്റിക് ആണ്. എത്ര ചോദിക്കും? നമുക്ക് ഒരു 3,15 കിട്ടിയാലും ഫൈനലായിട്ട് കൊടുക്കാം. ഫുൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതൊക്കെ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ഈ കിഡൊക്കെ നമ്മൾ 35,000-40,000 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടികളാട്ടോ. ഓക്കെ, അടുത്ത വീണ്ടും നമുക്കൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റ്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒത്തിരി സ്വിഫ്റ്റ് പരിചയപ്പെട്ടിരുന്നു. 2019 വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. ഫൈനലായിട്ട് നമുക്ക് 5,30 കൊടുക്കാം. 10 ചെറിയ പൈസ വണ്ടി ഇറക്കാം. വീണ്ടും ഒരു ബ്രിയോ. നേരത്തെ നമ്മൾ ബ്രിയോ പരിചയപ്പെടുത്തിയിരുന്നു. 2013 മോഡൽ ബ്രിയോ ആണ്. ഇതും ഫുൾ ഓപ്ഷൻ തന്നെയാണ് വണ്ടി. ഓക്കെ, ഇത് നമുക്ക് ഇതും ഒരു 3,15 ലെവലിൽ കിട്ടിയാൽ കൊടുക്കാം. മാക്സിമം ലോൺ 2,45 വരെ ലോണും ചെയ്യിപ്പിച്ചെടുക്കാം. 2,45 വരെ നമുക്ക് ലോണും ചെയ്യാം. ഇതൊന്നും മെയിൻ്റെനൻസ് വരില്ല. ട്രിയാസ് ബൈ ഹോണ്ടന്റെ പെട്രോൾ വണ്ടിയാണ്. പണിന്നെ വരില്ല. അതങ്ങനെ അത്ര നമുക്ക് എണ്ണ അടിച്ച് ഓയിൽ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഓടിയാൽ മാത്രം മതി. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല സ്പേഷ്യസും ആണ്. കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി അല്ലേ. അടുത്ത നമുക്ക് 2 കിഡ്ലൻ ടെറാനകൾ വരുന്നുണ്ട് അല്ലേ. ഒരു റെഡ് ഒരു വൈറ്റും. റെഡ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2017 മോഡലാണ്. ഇത് ഫൈനലായിട്ട് നമുക്ക് വില വരുന്നത് 5,45 രൂപയാണ്. നമുക്ക് പിന്നെ 85 ആണോ? 85. സോ നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും. എല്ലാം വരുന്നുണ്ട്. കുറഞ്ഞ മെയിൻ്റെനൻസും ആണ് അല്ലേ. കുറഞ്ഞ മെയിൻ്റെനൻസ്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇതിന്മേലൊരു 5 രൂപക്ക് എന്തായാലും ചെയ്യിപ്പിച്ചു. 5 രൂപ വരെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ എൻ്റെ ഒരു വൈറ്റ് ഇതെങ്ങനെയാണ്? ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ. നമ്മൾ സിംഗിൾ ഓണർഷിപ്പിൽ പാർട്ടിന്റെ കസ്റ്റമറെ വീട്ടിൽ പോയി എടുത്തു വന്ന വണ്ടിയാണ്. ഓക്കെ, ക്വാളിറ്റി 2014-15 റൈസറിലെ RXL ഓപ്ഷണലാണ് ഈ അലവിലും കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ,
ഈ ഡയമണ്ട് കട്ട് അലവിലുണ്ടല്ലോ ഇതൊക്കെ വരുന്ന RX-ലാണ്. ഈ വണ്ടി നമുക്കൊരു 4,25,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പിൽ സർവീസ് ബുക്കും സെക്കൻഡ് ചാവിയും ഒക്കെ ഉള്ള വണ്ടി ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തു കൊടുക്കുന്നത്. ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് കിലോമീറ്റർ 1.25 ലക്ഷം കിലോമീറ്റർ. അതുവരെ കറക്റ്റ് സർവീസ് ആണ്. 2025 വരെ സർവീസ് പോയ കറക്റ്റ് വണ്ടി. ഒരു തട്ടുമുട്ടുള്ള 4,400 രൂപ കൊടുക്കും. എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്ക് 4 രൂപ വരെ ലോൺ ചെയ്യിപ്പിച്ചു. 4 രൂപ 25 രൂപ ഉണ്ടെങ്കിൽ RX-ൽ ഓപ്ഷനൽ കേട്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫ്രണ്ട്സ്, നമ്മളെ റിയൽ ചോയ്സിലായിരുന്നു 2 പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ട് കാണാത്ത ഒരു ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗിവ് അവേ മറക്കണ്ട. സോ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് അർഷാദ് സൈനിങ് ഓഫ്.